നല്ലപോലെ ശ്രദ്ധിച്ചു വേണം ഓരോ അടിയും മുമ്പോട്ട് വയ്ക്കുവാൻ. ശുദ്ധമായ ജലം കുടിക്കണം, ശാസ്ത്രം പറഞ്ഞ് സംസാരിക്കണം, മനസ്സ് വ്യാകുലമായ അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടണം. ഗുണദോഷ സമ്മിശ്രമാണ് ജീവിതം. വന്നു ചേരുന്ന ദുരിതങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കില്ല. പക്ഷേ മനഃപൂർവ്വം വരുത്തുന്ന ചില ദോഷങ്ങളുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. മുന്നിൽ കാണുന്നവ സ്വീകരിക്കുവാനോ വേണ്ട മാർഗം ശരിയാണോ എന്ന് വീണ്ടും വീണ്ടും ആലോചിക്കണം. ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കരുത് എന്നതാണ് ആദ്യ പാദത്തിനർത്ഥം. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ ചതിക്കുഴികൾ ഒരുപാടുണ്ട്. പല രൂപത്തിലും പല ഭാവത്തിലും. വളരുന്ന തലമുറയെയും ഈ അറിവിലെത്തിക്കണം. 3 കാര്യങ്ങൾ അത് ഗുണദോഷ നിർവ്വഹണമായി തീരുമ്പോൾ ഒരു കാര്യം ദൃഷ്ടാന്തമായി പറഞ്ഞെന്ന് മാത്രം. വസ്ത്രഭൂതം എന്ന വരി. പണ്ട് കാലത്ത് അഴുക്കുകൾ തുണി കൊണ്ട് അരച്ചതിന് ശേഷമാണ് വെള്ളം കുടിക്കുക. തുണികളിൽ എത്ര ചെറിയ അഴുക്ക് പോലും അടിയുക എന്നത് തന്നെ. മാനസികമായ മര്യാദകൾ മാത്രമല്ല, ആരോഗ്യകരമായ നിഷ്ഠകളും ജീവിതത്തിൽ വേണമെന്നർത്ഥം. 3ാമതായി ശാസ്ത്രാനുഗുണ ഗുണമായി സംസാരിക്കുമെന്ന് പറയുന്നത്. എന്താണ് ശാസ്ത്രാനുഗുണന സംസാരം? ഇതിന് പല നിർവചനങ്ങളുമുണ്ട്. യുക്തിയുക്തമായ കാര്യങ്ങൾ പറയുക, തെളിവുകളുടെ അനുഭവത്തിൽ മാത്രം സംസാരിക്കുക, ആരോട് എപ്പോൾ എന്നിങ്ങനെ മറുപടി പറയാമെന്ന് ശീലിക്കുക, വൃദ്ധരോട് ആവർത്തിക്കുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ അവർക്കിണങ്ങുന്ന വിധത്തിലും കുട്ടികളോട് സ്നേഹപൂർവമായും കാമിനിമാരോട് വികാരവായ്പോടും സംസാരിക്കണം. 4ാമതായി പറയുന്നത് മനസ്സിനിണങ്ങിയ വിധത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ സ്വീകരിക്കണമെന്നാണ്. ഒരിക്കലും പരപ്രേരണയാലോ മറ്റുള്ളവരുടെ താല്പര്യത്തിന് വേണ്ടിയോ ആകരുത് എന്നർത്ഥം. ദുഷ്ടിഭൂതം ന്യസ്തപാദം വസ്ത്രഭൂതം പിബ്ബജ്ജലം ശാസ്ത്രഭൂതാം വതേതുവാണിടം മനം ഭൂതം സമാചാരത്തെ.